ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. അങ്ങനെ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ മൂന്നാം ടെസ്റ്റിന് നാടകീയമായിട്ടൊരു അന്ത്യം വരികയാണ്. ഡേ 5 മഴ മൂലം കളി നടക്കാതിരിക്കുമ്പോൾ മാച്ച് ഡ്രോണായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അങ്ങനെ സീരീസ് നിലവിൽ 1-1 രീതിയിൽ ടൈ ആവുന്നു ആൻഡ് മൂന്നാം മത്സരം ഡ്രോ ആകുന്നു. 445 എന്നുള്ള വലിയ മാമത്ത് ടോട്ടലായിരുന്നു ഓസ്ട്രേലിയ ആദ്യ ഇന്നിംഗ്സിൽ അടിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നത്. രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യക്ക് നല്ല ബാറ്റിംഗ് തകർച്ച ഉണ്ടായി. എന്നിരുന്നാലും ജഡേജയുടെയും അതോടൊപ്പം തന്നെ KL രാഹുലിൻ്റെയും ചെറുത്ത് നിൽപ്പും അതോടൊപ്പം തന്നെ വാലറ്റത്തെ കിടിലൻ പാർട്ട്ണർഷിപ്പായിട്ടുള്ള ആകാശിൻ്റെയും ബൂമറയുടെയും പാർട്ട്ണർഷിപ്പും ഇന്ത്യയെ 260 എന്ന സ്കോറിലേക്ക് എത്തിക്കുന്നു, ഫോളോ ഓൺ ഒഴിവാക്കുന്നു. പിന്നീട് ബാറ്റിങ്ങിന് ഇറങ്ങിയ 89-7 എന്ന നിലയിൽ ഓസ്ട്രേലിയ ഡിക്ലെയർ ചെയ്യുന്നു. 8-0 എന്ന നിലയിൽ മത്സരം മഴ മൂലം ആദ്യം ലോ ലൈറ്റ് മൂലമാണ് മത്സരം നിർത്തിവെക്കുന്നത്. അതിനുശേഷം ടീ ബ്രേക്ക് വിളിക്കുന്നു. അതിനുശേഷം ഭയങ്കരമായിട്ടുള്ള മഴ വരുന്നു ആൻഡ് മത്സരം അവസാനിപ്പിക്കുന്നു. അങ്ങനെ ഒരുപാട് നാടകീയതകൾ നിറഞ്ഞ ഒരു മത്സരം തന്നെയായിരുന്നു ഇത്. ഒരു പരിധിവരെ ഇന്ത്യയുടെ കയ്യിൽ നിന്നും ഗെയിം കൈവിട്ട് പോയതായിരുന്നു. പക്ഷേ KL രാഹുലിൻ്റെയും അതോടൊപ്പം തന്നെ ജഡേജയുടെയും ആ ഒരു ചെറുത്തുനിൽപ്പ് എടുത്ത് പറയേണ്ടതാണ്. അതോടൊപ്പം തന്നെയായിരുന്നു വാലറ്റത്തെ നമ്മുടെ ബൂമറയുടെയും ആകാശ് ദീപിൻ്റെയും ആ ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ആ ഒരു പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ മഴ വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയായിരുന്നു ഇന്ത്യക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു പരിധിവരെ ഗെയിം ഫുള്ളായിട്ട് നടക്കാതിരുന്നത് ഇന്ത്യക്ക് ഗുണമായിരുന്നു. അല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യയുടെ കയ്യിൽ നിന്നും ഗെയിം കൈവിട്ടു പോയേനെ. ഇന്നത്തെ 5ാം ദിനത്തിൽ ഓസ്ട്രേലിയയുടെ ടാക്ടിക്സ് നിങ്ങൾ കാണണം. അറ്റാക്ക് ചെയ്ത് കളിക്കുക, പൊരുതാവുന്ന ഒരു ടോട്ടലിൽ എത്തിക്കുക, ഇന്ത്യയെ കൊണ്ടത് ചേസ് ചെയ്യിപ്പിക്കാൻ ശ്രമിപ്പിക്കുക, വിക്കറ്റ് വീഴ്ത്തുക, മത്സരം ജയിക്കുക എന്നുള്ള പ്ലാനായിരുന്നു ഓസ്ട്രേലിയയുടെ. പക്ഷേ ആ ഒരു പ്ലാനിന് വിപരീതമായിട്ട് കാർമേഘങ്ങൾ ഇരുണ്ടുകൂടിയതും മഴ പെയ്തതും ഓസ്ട്രേലിയക്ക് വലിയ തിരിച്ചടിയായി. നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണും ആ ഒരു സഡൻ വിക്കറ്റ് ലോസിന് കാരണം അവർ അറ്റാക്ക് ചെയ്ത് കളിച്ചത് തന്നെയാണ്. എന്നാൽ പൊരുതാവുന്ന ഒരു ടോട്ടിൽ കൊണ്ട് എത്തിക്കുകയും ചെയ്തു. ഇത് ഓസ്ട്രേലിയയുടെ ഒരു വമ്പൻ ടാക്ടിക്സ് തന്നെയായിരുന്നു. പിന്നെ ഏറെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യം, മാച്ച് ഡോൺ പ്രഖ്യാപിച്ചതിന് ശേഷം അവിടെ ഡ്രസ്സിംഗ് റൂമിലേക്ക് ക്യാമറ നീങ്ങുമ്പോൾ വിരാട് കോഹ്ലി ചെറുതായിട്ട് കണ്ണിൽ നിന്നും കണ്ണീര് കുടിച്ചുകൊണ്ടിരിക്കുന്ന അശ്വിനെ ഹഗ് ചെയ്യുന്നൊരു സീനുണ്ട്. മോസ്റ്റ് പ്രോബബ്ലി അശ്വിൻ ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്നും റിട്ടയർ ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു ന്യൂസും വരുന്നുണ്ട്. അറ്റ് ദ ഏജ് ഓഫ് 38 ഒരു ലെജൻഡ് തന്നെയാണ് പുള്ളി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും അങ്ങനെ ഒരു ന്യൂസ് ഉടൻ തന്നെ നമ്മൾ കേൾക്കാൻ സാധ്യതയുണ്ടെന്നാണ് ട്വിറ്റർ മാധ്യമങ്ങളിൽ കൂടെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു മത്സരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ നിലവിൽ ഇന്ത്യൻ സ്ക്വാഡിലുണ്ട്. അതിൽ നിന്നും ആ ഒരു പോരായ്മകൾ മനസ്സിലാക്കിക്കൊണ്ട് 4ാം ടെസ്റ്റ് ഇന്ത്യക്ക് കളിക്കാൻ സാധിക്കട്ടെ. ബാറ്റിംഗ് സൈഡിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് ആവശ്യം തന്നെയാണ്, അനിവാര്യം തന്നെയാണ്. ഈ ഒരു സീരീസിന് മുമ്പ് വളരെ സമ്മർദ്ദത്തിൽ നിന്നിരുന്ന KL രാഹുലിൻ്റെ ഭാഗത്ത് നല്ല ഇന്നിങ്സുകൾ വരുന്നു. പക്ഷേ സീനിയർ താരങ്ങളായിട്ടുള്ള വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും ബാറ്റുകളിൽ നിന്ന് നല്ല ഇന്നിങ്സുകൾ പിറക്കാതിരിക്കുന്ന ഇപ്പോഴും ക്വസ്റ്റ്യൻ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ലെറ്റ്സ് സീ. എന്തായാലും ഓസ്ട്രേലിയക്ക് വലിയ തിരിച്ചടി തന്നെയാണ് ഈ ഒരു മത്സരം ഡ്രോ ആയത്. കാരണം അവർ അത്രമാത്രം ആക്രമിച്ച് കളിച്ച ഒരു ടെസ്റ്റ് മത്സരം തന്നെയായിരുന്നു ഈ മൂന്നാമത്തേത് എന്ന് പറയുന്നത്. സോ മാച്ച് ഡ്രോൺ ആയത് ഇന്ത്യക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ടുണ്ട്. ലെറ്റ്സ് സീ എന്താണ് ഇനി അടുത്ത ടെസ്റ്റിൽ സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങൾ അവരായപ്പോഴത്. ഇറ്റ്സ് മീ ഗൂഗിൾ സൈനിങ് ഔട്ട്. ബൈ ബൈ ഗൈസ്.